അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ താഴത്തേക്കുള്ള സംഭവമാണ് ചെയ്യുന്നത്. അതിന് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു നീല തുണി, ഒരു സാറ്റിൻ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഏകദേശം ഒരു 1-1.5 ഇഞ്ച് വീതിയിൽ ഒരു 10-15 സെൻറ്റിമീറ്ററോ 20 സെൻറ്റിമീറ്റർ നീളത്തിൽ നമുക്ക് ഇഷ്ടമുള്ള എത്ര ഫ്ലെയർ വേണോ അതനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. ഞാൻ ഏകദേശം ഒരു അളവ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ സാറ്റിൻ തുണി മാത്രമല്ല, ഇതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ കയ്യിൽ ഇതേ നിറത്തിലുള്ള, അതായത് ബ്ലൂ കളറിലുള്ള നെറ്റിൻ്റെ ക്ലോത്ത് കൂടി ഉണ്ട്. രണ്ടും കൂടെ അറ്റാച്ച് ചെയ്ത് സെയിം അളവിലെടുത്ത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സ്കേർട്ട് പോർഷൻ, അതായത് ഈ ഡൗണിൻ്റെ സ്കേർട്ട് പോർഷൻ സെറ്റ് ചെയ്യുന്നത്. അതൊന്ന് ജസ്റ്റ് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് ഈ ഒരു നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു റോളിൽ തന്നെ, പേപ്പർ റോളിൻ്റെ താഴെ തന്നെ നമ്മൾ തിരിച്ച് വെച്ചൊന്ന് തയ്ച്ച് പിടിപ്പിച്ചിട്ട് അത് നിവർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഫ്ലെയറിൽ ഒരു സ്കേർട്ട് പോലെ അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് പോലെ നന്നായിട്ടത് നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം, അതായത് ബാക്കി വരുന്ന ആ ഒരു ഭാഗം, ആ തലയുടെ ഭാഗവും സ്കേർട്ടിൻ്റെ ഭാഗത്തിൻ്റെ ഇടക്ക് വരുന്ന ഭാഗത്ത് ഇതുപോലെ തന്നെ സാറ്റിൻ റിബൺ വെച്ചിട്ട് ഞാനൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുടിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് സ്കെയിൽ നൂലാണ്, നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറിക്ക് യൂസ് ചെയ്യുന്ന നൂലാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഹെയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ചുറ്റിയെടുത്ത് ഒന്ന് കട്ട് ചെയ്ത് ഈ മുടിയുടെ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ജസ്റ്റ് 2 കണ്ണ് വരക്കുക, ഒരു ചുണ്ട് വരക്കുക. മൂക്കും കാര്യങ്ങളൊന്നും ഞാൻ വരക്കുന്നില്ല, ജസ്റ്റ് ഒരു ചിരിക്കുന്ന ചുണ്ടും 2 കണ്ണും മാത്രം വെച്ച് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിനെ ഡെക്കറേറ്റീവായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇതിനൊരു ഹെയർ ബാൻഡ് വെച്ച് കൊടുക്കാം, ഡ്രസ്സിൽ ഇതുപോലെ ബീഡ്സ് കൊണ്ട് അറേഞ്ച് ചെയ്യാം. നമ്മുടെ ഡോളിനെ നമുക്ക് എങ്ങനെയൊക്കെ ഭംഗിയാക്കാൻ പറ്റും അതുപോലെയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെൻസിലിൻ്റെ ടോപ്പിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. സ്കൂളിൽ നിങ്ങളുടെ കുട്ടികൾക്കായിരിക്കും ഇത്ര വെറൈറ്റി ആയിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക്